ഇന്ത്യയിലെ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായവ 1953 ജസ്റ്റിസ് ഫസൽ അലി, കെ എം പണിക്കർ, ഹൃദയനാഥ് കുൻസ്റ്റു എന്നിവരടങ്ങിയ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. 1956 പാസാക്കിയ സംസ്ഥാന പുനഃസംഘടനാ നിയമം 14 സംസ്ഥാനങ്ങൾക്കും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 1948 നിയമിക്കപ്പെട്ട ഡോക്ടർ എസ് കെ ധർണിന്റെ നേതൃത്വത്തിലുള്ള ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെതിരെ ഉപദേശിച്ചു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേരുംപടി ചേരുന്ന പ്രസ്താവനകൾ തിരിച്ചറിയുക. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ 1934. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് 1939. പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് 1926. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എം.എൻ. റോയ് 1920. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934. ഫോർവേഡ് ബ്ലോക്ക് 1939. പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ 1926. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1920. ചേരുംപടി ചേർക്കുക. സാധുജനദൂതൻ പാമ്പാടി ജോൺ ജോസഫ്, ഹരിജൻ കെ പി വള്ളോൻ, മിതവാദി സി കൃഷ്ണൻ, അൽ ഇസ്ലാം വക്കം മൗലവി. താഴെ തന്നിരിക്കുന്നവയിൽ വരാനിരിക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങളുടെ പേരുകൾ മാത്രം ഉൾക്കൊള്ളുന്നവ ഏതാണ്? കൊൽക്കത്ത, മുംബൈ, കുമരകം, കൊച്ചി. താഴെ പറയുന്നവ പരിഗണിച്ച് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. മൂന്നാമത്തെ പ്രസ്താവന ശരിയായവ അർജന്റീനയിലെ പുൽമേടുകളാണ് പമ്പകൾ. അർജന്റീനയിലെ പുൽമേടുകളാണ് പമ്പകൾ. സിറോക്കോ ഇറ്റലിയിൽ രക്തമഴയുണ്ടാക്കുന്നു. സിറോക്കോ ഇറ്റലിയിൽ രക്തമഴയുണ്ടാക്കുന്നു. അർജന്റീനയിലെ പുൽമേടാണ് പമ്പ. സിറോക്കോ ഇറ്റലിയിൽ രക്തമഴ ഉണ്ടാക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് GIS സോഫ്റ്റ്വെയർ? ക്യൂജിസും സാഗയും. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ് ഡോൾഡ്രംസ്. ബ്രഹ്മപുത്ര നദി ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ക്ലൗഡ് കവറിന്റെ സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ ഐസോനഫ് ഉപയോഗിക്കുന്നു. കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലി. ഈ അമൃത് എന്തിന് പ്രസിദ്ധമാണ്? ഇത് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നു. ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്തുവാൻ ഇത് ലക്ഷ്യമിടുന്നു. ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് കാബിനറ്റ് മിഷൻ പ്ലാൻ 1946 വ്യവസ്ഥകൾ അഥവാ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. രാജ്യസഭയെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ പരിഗണിക്കുകയും ശരിയായ സംയോജനം കണ്ടെത്തുകയും ചെയ്യുക. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നു. വൈസ് പ്രസിഡന്റ് ആണ് അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ലോക്സഭയും സംസ്ഥാന നിയമസഭാ അസംബ്ലിയും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സീറ്റ് സംവരണം 104 ഭരണഘടനാ ഭേദഗതി നിയമം തടഞ്ഞു. GST കൗൺസിലിലെ അംഗങ്ങൾ കേന്ദ്ര ധനമന്ത്രി, കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനത്തിന്റെ ധനമന്ത്രിമാർ അല്ലെങ്കിൽ നോമിനി, ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതുമൂലം മറ്റൊരാൾക്ക് പരിക്കേൽക്കപ്പെടുന്നതിന് എതിരെ പുറപ്പെടുവിച്ച റിട്ട് മാൻഡമസ്. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായവ 2003 ഭരണഘടന 89 ഭേദഗതി നിയമം വഴി രൂപീകരിച്ചു. ചെയർമാനും വൈസ് ചെയർമാനും യഥാക്രമം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി എന്നീ പദവികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റികൾക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുവാനും നിരീക്ഷിക്കുവാനും അധികാരമുണ്ട്. ഗ്രാമങ്ങളിലെ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തു ഉടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്ര മേഖലാ പദ്ധതി സ്വാമിത്വ. താഴെ പറയുന്നവ പരിഗണിക്കുകയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹനത്തിനായി സംസ്ഥാനത്തിന്റെ പ്രീമിയർ ഏജൻസി നിർബന്ധമായി. വൻകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, ധനസഹായം നൽകുക എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷ്യം. കേരളത്തിലെ ഏത് നിക്ഷേപത്തിനും ഏകജാലക സൗകര്യം
വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭൗതികവും സാമൂഹികവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉത്തേജിപ്പിക്കുക. മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കാൻ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന വയോജന നയം 2013 കേരളവുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭം വയോജന സൗഹൃദ പഞ്ചായത്ത്. ഫലപ്രദമായ കോമൺ സർവീസ് സെന്ററുകളുടെ നെറ്റ്വർക്ക് കേരളത്തിൽ ഒരൊറ്റ മേൽക്കൂരയിൽ പൊതുജനങ്ങൾക്ക് G2C, G2B കൂടാതെ B2C സേവനങ്ങളും എത്തിക്കാൻ വിഭാവനം ചെയ്യുന്നു. അക്ഷയ ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശപ്രകാരമാണ്. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഇംപാക്ട് കേരള അസറ്റ് സൃഷ്ടിക്കുവാനുള്ള കമ്പനി. JNNURM സുസ്ഥിര നഗര അടിസ്ഥാന സൗകര്യ സേവനം. കില പ്രാദേശിക ഭരണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. സുലേഖ പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ. താഴെ പറയുന്നവയിൽ നിന്ന് 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയുക. ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. 2 ലോക്സഭാ സീറ്റുകൾ ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ആന്റി പെല്ലഗ്ര വിറ്റമിൻ B3. ശ്വാൻ ഏത് ഷെല്ലുകളുടെ ഭാഗമാണ്? ന്യൂറോൺ. ശ്വാൻ ഏത് ഷെല്ലുകളുടെ ഭാഗമാണ്? ന്യൂറോൺ. താഴെ പറയുന്നവയിൽ ഏതു രോഗമാണ് അനുവാഹകർ വഴി പകരുന്നത്? മലേറിയ. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പാർക്കിൻസൺസ് ഡിസീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. നാഡീകോശങ്ങളുടെ തകരാറും മരണവും മൂലം സംഭവിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം? അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം. സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയുവാനും പിന്തുണയ്ക്കുവാനും. IT ആക്ടിലെ സെക്ഷൻ 43A പരാമർശിച്ചത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സെക്ഷൻ 43A ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യത്തിൽ നഷ്ടപരിഹാരത്തിനായുള്ള ബാധ്യത സൃഷ്ടിക്കുന്നു. സെക്ഷൻ 43A ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള ബാധ്യത സൃഷ്ടിക്കുന്നു. ഇലക്ട്രോണിക് സീരിയൽ നമ്പറും സിസ്റ്റം ഐഡന്റിഫിക്കേഷൻ കോഡും കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് എന്ന പദത്തിൽ ഉൾപ്പെടുന്നു. ശരിയാണ്. ചേരുംപടി ചേർക്കുക. IT ആക്ട് സെക്ഷൻ 66B മോഷ്ടിച്ച കമ്പ്യൂട്ടർ ഉറവിടം. IT ആക്ട് സെക്ഷൻ 66C ഐഡന്റിറ്റി മോഷണം. IT ആക്ട് സെക്ഷൻ 66D വ്യക്തിത്വത്താൽ വഞ്ചന. 66E സ്വകാര്യത. വിവരാവകാശ നിയമം 2005 സംസ്ഥാനം ഒഴികെയുള്ള ഒരു വ്യക്തിയുടെ പകർപ്പവകാശത്തിന്റെ താൽപര്യങ്ങൾ കാണിക്കപ്പെടുന്നു. പ്രസ്താവന ശരിയാണ്. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ സർട്ടിഫയിംഗ് അതോറിറ്റി സ്വീകരിക്കുന്ന രീതികൾ വ്യക്തമാക്കുന്ന സർട്ടിഫിക്കേഷൻ പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇഷ്യൂ ചെയ്യുന്നത്? സർട്ടിഫയിംഗ് അതോറിറ്റി. ഏതെങ്കിലും പ്രത്യേക ഇലക്ട്രോണിക് റെക്കോർഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആ റെക്കോർഡ് സ്വീകരിക്കുകയോ സംഭരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഒരു ഇടനിലക്കാരൻ ആണ്. ഒരു സ്ത്രീയുടെ ഇന്റർനെറ്റ് ഉപയോഗം നിരീക്ഷിക്കുന്ന ഏതൊരു പുരുഷനും താഴെ പറയുന്ന തെളിയിക്കാത്ത പക്ഷം പിന്തുടരൽ എന്ന കുറ്റം ചെയ്യുന്നു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനോ കണ്ടെത്തുന്നതിനോ ആയിരുന്നു അത് ചെയ്യാൻ ഭരണകൂടം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ പിന്തുടരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ന്യായമായിരുന്നു. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ സെക്ഷൻ 66C ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നൽകിയിരിക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥയുടെ ലംഘനമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോമ്പാക്ട് ഡിസ്ക് കണ്ടുകെട്ടുവാനുള്ള അധികാരം 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ് 76 കീഴിൽ നൽകിയിരിക്കുന്നു. റാൻസം വെയർ ആക്രമണങ്ങളിൽ നിന്ന് ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പരമ്പരാഗത രീതി IoT ഉപകരണങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമല്ല. കാരണം ഇതിൽ കൂടുതൽ കമ്പ്യൂട്ടിംഗ് സംരക്ഷണത്തിനായി വിഭവങ്ങളും ആവശ്യമാണ്. കൂടെയിരുന്നു കഴുത്തറക്കുക, അടുത്തുകൂടി ചതിക്കുക. തെറ്റില്ലാത്ത വാക്യം. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. പ്രസംഗിക്കുന്നയാൾ പ്രസംഗകൻ.
തണുപ്പുണ്ട് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട്. പെരും പ്ലസ് പറ ചേർത്ത് എഴുതിയാൽ പെരുമ്പറ. ഭൂമിയുടെ പര്യായം അല്ലാത്തത് ജനിത്രി. വിപരീത പദം എഴുതുക. വിവൃതം സംവൃതം. ഒറ്റപ്പദം ആക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സാർവജനീയം.